വിശ്വാസം എന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത്. ഇംപോസിബിൾ എന്നാണ്, അസാധ്യമെന്നാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശ്വാസം കൂടാതെ കഴിയത്തില്ല. ഹല്ലേലൂയ. മാത്രമല്ല 2 കൊരിന്ത്യർ 5:7 പറയുകയാണ്, നാം കാഴ്ചയാലെ അല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. നമ്മുടെ ലൈഫ് തന്നെ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഫെയ്ത്ത്. വിശ്വാസത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ബൈബിൾ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ ഈ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന എക്സാമ്പിൾസ് ഉണ്ട്, വർദ്ധിച്ചു വരുന്ന എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ, നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ അവഗണിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അവഗണിക്കുക എന്ന് വെച്ചാൽ മറുവശത്ത് അത് ചെയ്യുക എന്ന് തന്നെയാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില നമ്മൾ അവഗണിക്കുക. ഞാൻ ഇന്ന് മർക്കോസ് സുവിശേഷത്തിൽ നിന്ന് ചില ഭാഗങ്ങളെടുത്ത് അത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും ഒരു 3-4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത്, വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെ, അവർ പറയുന്ന കാര്യങ്ങളെ, അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, നമ്മളെക്കുറിച്ച് എന്ത് പറയുമെന്നുള്ള ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ അവഗണിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ കേട്ടില്ല എന്ന് നടിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ആരാണ് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഒരേ ഒരുവനുള്ളത് യേശുവാണ്. യേശുവിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് മർക്കോസ് 5-ാം അധ്യായം. ഗദരദേശത്ത് യേശു പോകുന്നു. അവിടെ പോയി ഭൂതഗ്രസ്തനായ വ്യക്തിയെ സൗഖ്യമാക്കുന്നു. അത് കഴിഞ്ഞ് യേശു പടകേറി തിരിച്ച് യാത്ര ചെയ്യുന്നു. ആ സമയത്ത് ഉള്ള ഭാഗമാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. രക്തസ്രാവം ബാധിച്ച്, അതായത് ബ്ലീഡിങ്ങിൻ്റെ, ശരീരത്തിൽ നിന്ന് രക്തം അമിതമായി വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖവുമായി ഒരു സഹോദരി, 1-2 വർഷമല്ല 12 വർഷമായിട്ടും അതെങ്ങനെയെങ്കിലും ആ രോഗം കുറഞ്ഞു വരികയല്ല, നാൾക്ക് നാൾ മൂർച്ഛിച്ചു വരുന്ന ഒരവസ്ഥ നിങ്ങൾ ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. 12 വർഷത്തോളമായി തനിക്ക് അറിയാവുന്ന എല്ലാ വൈദ്യന്മാരുടെ അടുക്കൽ പോയി പ്രിയ സഹോദരി സൗഖ്യത്തിനായി തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചു. പക്ഷേ ദിനംതോറും ആ രോഗം മാറിയില്ലെന്ന് മാത്രമല്ല, അത് മൂർച്ഛിച്ചു വന്നു, അധികമായി കൂടി വന്നു. അവളുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല, പകരം വഷളായിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു സ്ത്രീ, ആ സ്ത്രീക്ക് എന്തായിരിക്കും പറയാനുണ്ടാകുക? സാധാരണ ഒരു രോഗം പോലല്ല, എന്നെ ശ്രദ്ധിക്കണേ, സാധാരണ രോഗം പോലല്ല. രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ പബ്ലിക്കിൽ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തൊരു സഹോദരിയാണ്. ആ സഹോദരി യേശുവിനെ കുറിച്ച് കേട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ കുറിച്ച് അവൾ കേട്ടത് മുതൽ അവൾ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തി. അതുവരെ തൻ്റെ വേദനയും തൻ്റെ പ്രയാസവും പറഞ്ഞുകൊണ്ടിരുന്ന സഹോദരി ഇങ്ങനെ പറയാൻ തുടങ്ങി, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. 12 വർഷമായി എനിക്ക് രോഗസൗഖ്യമില്ല. 12 വർഷമായി എൻ്റെ സൗഖ്യത്തിന് പകരം എൻ്റെ രോഗം മൂർച്ഛിച്ചു വരികയാണ്. പക്ഷേ ആ സഹോദരി പറഞ്ഞു തുടങ്ങി, എനിക്ക് സൗഖ്യം വരും, എനിക്ക് സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. അവളുടെ സംസാര രീതി മാറി. നമ്മുടെ അത്ഭുതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സംസാരവും മാറുക. 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ചരിത്രം എനിക്കുണ്ട്. രോഗത്തിൻ്റെ ഹിസ്റ്ററിയാണ്. പക്ഷെ അതല്ലേ പറയുന്നത്, എൻ്റെ രോഗം എത്രമാത്രം പ്രയാസമാണ്, എത്ര പ്രശ്നമാണെന്നല്ല. അവൾ പറയുകയാണ്, ഞാൻ സൗഖ്യമാകും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നിങ്ങൾ ഏത് രോഗത്തിലായിക്കോട്ടെ, എന്ത് പ്രയാസത്തിലായിക്കോട്ടെ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നോ അത് പറയുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം മാറ്റി വെച്ചേക്ക്. ആ മകൾ പറയാൻ തുടങ്ങി. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ പറയുന്നതിനാണ്, ഷീ kept saying I will be healed. അവൾ ഒരിക്കലല്ല പറഞ്ഞത്, kept saying, പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ്ലി അവൾക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ സൗഖ്യമാകും. ഹല്ലേലൂയ.
ഞാൻ സൗഖ്യമാകും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ഞാൻ നന്മ പ്രാപിക്കും, ഞാൻ വിടുതൽ പ്രാപിക്കും. ഇത് തന്നെയായിരുന്നു ആ പ്രിയമകളുടെ വായിൽ നിന്നുള്ള വാക്കുകൾ. ആ പ്രിയമകൾക്ക് ഒത്തിരി എക്സ്ക്യൂസസ് ഉണ്ടായിരുന്നു. എന്നെ നാട്ടുകാർ, ചുറ്റുമുള്ളവർക്ക് എന്നെ അകറ്റി നിർത്തും, ആൾക്കൂട്ടത്തിൽ പോയ പ്രശ്നം വരും. പക്ഷെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തി. ആളുകൾ എന്ത് പറയുമെന്നോ എന്ത് ചിന്തിക്കുമെന്നോ ഒന്നും വിഷയമല്ല. അവളുടെ വാക്കുകൾ ഇതായിരുന്നു, ഞാൻ സൗഖ്യമാകും, ഞാൻ സൗഖ്യമാകും. അത് വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ്. ആ പ്രിയമകളുടെ അടുത്തൊരു സ്റ്റെപ്പാണ്, ഞാൻ സൗഖ്യമാകും. നമുക്ക് നമ്മുടെ ഡോക്ടർ റിപ്പോർട്ടുകൾ, കഴിഞ്ഞ നാളുകളുടെ നമ്മുടെ ചരിത്രങ്ങൾ വെച്ച് നോക്കിയാൽ, സാഹചര്യത്തിൽ നോക്കിയ ഒന്നും നടക്കില്ലെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അത് രോഗം മാത്രമല്ല, നമ്മുടെ പാരമ്പര്യമായി നമ്മൾ ശീലിച്ചു പോയ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ്. സാമ്പത്തികമായി ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ കുടുംബം പണ്ട് മുതൽ ഇങ്ങനെയാണ്, ഞാൻ ഇത്രയൊക്കെ ആകത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് അവൾ മാറ്റി പറയാൻ തുടങ്ങി. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ ചിന്താഗതി മാറും. കാരണം ഇന്നലെ വരെ എനിക്ക് പ്രതീക്ഷിക്കാൻ ആളില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ എനിക്കൊരാളുണ്ട്. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. അവൾ ഉറക്കെ പറഞ്ഞോ പതുക്കെ പറഞ്ഞോ എനിക്കറിയത്തില്ല, ഞാൻ കരുതുന്നു ഇങ്ങനെ ആയിരിക്കും. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, എൻ്റെ യേശുവിനെ ഞാൻ തൊടും, ഞാൻ സൗഖ്യമാവും. ഓ ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ സൗഖ്യമാകുന്ന കർത്താവിൻ്റെ കരയിൽ അത് ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു എന്നെ തൊട്ടാലല്ല, ഞാൻ യേശുവിനെ തൊട്ടാലും ഞാൻ സൗഖ്യമാവും. പ്രിയമകൾ പറയുകയാണ്, അവൾ ആൾക്കൂട്ടത്തെ നോക്കിയില്ല, അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ പോയി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടു. വചനം പറഞ്ഞതിനാണ്, ക്ഷണത്തിൽ, ആ സെക്കൻഡിൽ അവൾ സൗഖ്യമായി. യേശു അവളെ നോക്കി ഒരു വാക്ക് പറയുന്നുണ്ട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. യുവർ ഫെയ്ത്ത്. എന്താ അവളുടെ വിശ്വാസം? 12 വർഷമായിക്കോട്ടെ, 25 വർഷമായിക്കോട്ടെ, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും. അവൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെയാണ് നോക്കി യേശു പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. നിന്റെ പ്രയാസം ഇന്നത്തോടെ മാറിയിരിക്കുന്നു. സമാധാനത്തോടെ പോകാം. ഹല്ലേലൂയ. നമ്മെ തടയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയരെ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ചിന്തയും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള സാധനവും നമ്മുടെ വാക്കും തമ്മിൽ മാച്ച് ആകുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വർക്കൗട്ട് ആകത്തില്ല. അകത്തുള്ളതും പുറത്തു വരുന്ന തമ്മിൽ മാച്ച് ആവണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കാണുന്നതല്ല പറയേണ്ടത്, അനുഭവിക്കുന്നതല്ല പറയേണ്ടത്, കാണാൻ ആഗ്രഹിക്കുന്നത് പറയണം. അത് ബൈബിളിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഹല്ലേലൂയ. ഈ മകൾ പറഞ്ഞു, ഞാൻ അവിടെ പോയി തൊട്ടാൽ സൗഖ്യമാകും. ഹല്ലേലൂയ. ഞാൻ സൗഖ്യമാകും, ഞാൻ സൗഖ്യമാകും. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നീ സൗഖ്യമായിരിക്കുകയാണ്. യേശു ആണെങ്കിലോ വളരെ തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, 12 വർഷമായി രക്തസ്രാവം പിടിച്ചൊരു സഹോദരിയാണ് യേശുവിൻ്റെ അടുത്ത് സൗഖ്യമായത്. യേശു പോകുന്ന വഴി എവിടെ നിന്നറിയാവൂ? ഈ യായിറോസിൻ്റെ മകൾ, പള്ളിപ്രമാണിയായ ഈ യായിറോസിൻ്റെ മകൾ സുഖമില്ലാതെ വളരെ ഗുരുതര അവസ്ഥയിൽ കിടക്കുന്ന അറിഞ്ഞിട്ടാണ് പോകുന്നത്. ആ മകൾക്കും 12 വയസ്സാണ്. യേശു മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് പറയുകയാണ്, യായിറോസേ, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. ശ്രദ്ധിച്ച് കേൾക്കണം, ഇനി ഗുരുവിനെ നീ ബുദ്ധിമുട്ടിക്കണ്ട. കാരണം നിന്റെ മകൾ മരിച്ചുപോയി. കേൾക്കാൻ ഒരു സുഖവുമില്ലാത്തൊരു വാർത്തയാണ്. യായിറോസ് നിപ്പുണ്ട്, യേശു നിപ്പുണ്ട്, ശിഷ്യന്മാർ നിപ്പുണ്ട്. അവിടെ വചനം പറഞ്ഞെങ്ങനെയാണ്, യേശു ആ വാക്ക് കാര്യമാക്കാതെ, മറ്റു ട്രാൻസ്ലേഷൻ പറയുന്നു, യേശു ആ വാക്ക് ഗൗനിക്കാതെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പരിചിതമായിരിക്കും, ഗൗനിക്കുക. എന്താ ഗൗനിക്കുക? മൈൻഡ് ചെയ്യുക. യേശു അതിനെ മൈൻഡ് ചെയ്യാതെ, ഗൗനിക്കാതെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാണ്, ജീസസ് റെഫ്യൂസ്ഡ് ടു ലിസൺ. യേശു കേൾക്കാൻ മടിച്ചു, അല്ലെങ്കിൽ നിരസിച്ചു, കേൾക്കാൻ തയ്യാറായില്ല. അടുത്തിരിക്കുകയാണ്, ഹി ഇഗ്നോർഡ്. അവൻ കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിച്ചു. യേശുവാണ് നമുക്കൊരു എക്സാമ്പിൾ. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, യേശു ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനായി പോകുന്നോ ആ വ്യക്തി മരിച്ചുവെന്ന് യേശുവോട് വരുന്ന വാർത്ത. യേശു പറയാണ്, വചനം പറയുന്നു, യേശു കേട്ടില്ലെന്ന് നടിച്ചു, ഇഗ്നോർ ചെയ്തു, മൈൻഡ് ചെയ്തില്ല, കാര്യമാക്കിയില്ല. മരിച്ചു എന്ന് വാർത്ത വരുമ്പോൾ യേശു പള്ളിപ്രമാണിയോട് പറയുകയാണ്, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക.
നീ ഇതിനകത്തെടുത്താൽ, ഈ വചനം നീ കേട്ടാൽ നിന്റെ അകത്തുണ്ടാവുന്ന ഭയമാണ്. ഭയം വിശ്വാസത്തെ തളർത്തും. അതുകൊണ്ടാണ് യേശു അവരോട് പറയുകയാണ്, ഭയപ്പെടരുത്. അവിടെ മറ്റൊരു വർഷം പറയുകയാണ്, ഡോണ്ട് ഈൽഡ് ടു ഫിയർ, ആൾ യു നീഡ് ടു ഡു ഈസ് കീപ് ഓൺ ബിലീവിങ്. അതായത് ഭയത്തിന് നീ കീഴ്പ്പെടരുത്. നീ ചെയ്യേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ. എന്താണ്? കീപ് ഓൺ ബിലീവിങ്. നീ തുടർമാനമായി വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. എന്താ കർത്താവ് വിശ്വസിക്കേണ്ടത്? എൻ്റെ മോൾ മരിച്ചുപോയെന്നാ പറഞ്ഞേ. പക്ഷെ നീ അത് കേട്ടതുപോലെ നടിക്കരുത്. അതിനെ മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന യേശു, അവൻ ഇതിനേക്കാൾ വലിയവനാണെന്നുള്ള ഉറപ്പിൽ നീ കീപ് ഓൺ ബിലീവിങ്. നീ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. യേശു പറയുകയാണ്, യേശുവും കേട്ടു, അത് യേശുവിന്റെ അടുക്കലേക്ക് വന്ന വാർത്തയാണ്. പക്ഷെ യേശു പറയാണ്, യായിറോസേ, അതിനെ മൈൻഡ് ചെയ്യണ്ട. അതിനെ മൈൻഡ് ചെയ്താൽ നീ ഭയപ്പെടും. ഭയം നിന്റെ വിശ്വാസം തകർക്കും. ഹല്ലേലൂയ. പക്ഷെ പകരം നീ ചെയ്യേണ്ടതാണ്, നീ എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. തുടർമാനമായി നീ വിശ്വസിക്കുക. കാരണം നിന്റെ ദൈവത്തിന് മരിച്ചവരെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഇവിടെ കണ്ട സാഹചര്യങ്ങൾ, കേട്ട സാഹചര്യങ്ങളൊക്കെ നെഗറ്റീവാണ്, എല്ലാം വിരുദ്ധമാണ്, പ്രശ്നമാണ്. പക്ഷെ യേശു പറയാണ്, മൈൻഡ് ചെയ്യരുത്. പ്രശ്നങ്ങളെ മൈൻഡ് ചെയ്യരുത്. ഡോക്ടർ റിപ്പോർട്ട് വന്ന് നെഗറ്റീവ് റിപ്പോർട്ട് പറയുമ്പോൾ മൈൻഡ് ചെയ്യരുത്. ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ മൈൻഡ് ചെയ്യരുത്. നീ എന്നെ പറയണം, ഇതിനപ്പുറമായി എനിക്കൊരു റിപ്പോർട്ടുണ്ട്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കീപ് ഓൺ ബിലീവിങ്. വിശ്വസിക്കുക, തുടർമാനമായി സംസാരിക്കുക. എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. ഈ ലോകത്തിലെ പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാരെ പലർക്കും വിശ്വാസമാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ സകല ഡോക്ടർമാരെക്കാളും ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ അവനാണ്. അവനെ വിശ്വസിക്കുക. എല്ലാ റിപ്പോർട്ടും കേൾക്കാനുള്ളതല്ല. ക്ലിയർ? ആര് പറഞ്ഞതാണ്? യേശു പറഞ്ഞതാണ്. നീ വിശ്വസിക്കുന്ന ഒരു കാര്യം, യായിറോസിന്റെ മകളെ ജീവിപ്പിക്കണം എന്നുള്ളതാണ്. അവൾക്ക് സൗഖ്യം വരുത്തണമെന്നുള്ളതാണ്. നിന്റെ ബന്ധുക്കൾ, നിന്റെ പ്രിയപ്പെട്ടവൻ സൗഖ്യമാണ് നീ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിടുതൽ കാണണം, ഒരു അത്ഭുതം നടക്കണം ആഗ്രഹിക്കുക. പെട്ടെന്ന് പറയുകയാണ്, ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്തു. നല്ല വാർത്തയാണോ? ഒട്ടുമല്ല. കർത്താവ് പറയും, മോനെ, ഇഗ്നോർ ചെയ്യും, മൈൻഡ് ചെയ്യേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാനാണ് നിന്റെ ഇടയൻ, ഞാൻ നിനക്ക് പ്രൊവൈഡ് ചെയ്യും. യേശു യായിറോസിനോട് 2000 വർഷം മുമ്പ് പറഞ്ഞ കാര്യത്തിനാണ് ഇന്ന് നിന്നോട് പറയാനുള്ളത്. നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ ചുറ്റുമുള്ള ആളുകൾ വന്ന് പറയുകയാണ്, ഇന്ന് ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവിടെ കഴിഞ്ഞു കേട്ടോ എന്ന് പറയുമ്പോൾ കർത്താവ് ചെവി പറയും, മൈൻഡ് ചെയ്യണ്ട, മൈൻഡ് ചെയ്യരുത്. യേശു പറയാണ്, ഞാനും മൈൻഡ് ചെയ്തില്ല, നീ മൈൻഡ് ചെയ്യണ്ട. ഞാനും മൈൻഡ് ചെയ്തില്ല, നീ മൈൻഡ് ചെയ്യണ്ട. കാരണം കീപ് ഓൺ ബിലീവിങ്. എന്ത് ചെയ്യണം? വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുക. വിശ്വസിക്കുക തന്നെ ചെയ്യുക. നീ വായ കൊണ്ട് അത് തന്നെ പറയുക, നീ അത് കാണും. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറയുകയാണ്, എല്ലാവരും കരച്ചിലും നിലവിളിയുമാണ്. യേശു പോയിട്ട് പറയാണ്, എന്തിനാ കരയുന്നേ? അവൾ ഉറങ്ങുക, മോള് ഉറങ്ങുക, അവൾ മരിച്ചിട്ടൊന്നുമില്ല, ഉറങ്ങുക. ഇതാണ് വിശ്വാസത്തിന്റെ വാക്കുകൾ. ഈ വാക്ക് കേൾക്കാൻ സുഖമൊന്നും ഉണ്ടാകത്തില്ല. കേൾക്കുന്നവരെ കളിയാക്കും. വചനം പറയുന്നത്, അവിടെ ഇരുന്നവരെല്ലാം യേശുവിനെ പരിഹസിച്ചു. ഇതുപോലെ നിന്റെ സാഹചര്യങ്ങളും നിന്റെ സെൻസുകളൊക്കെ നിന്നോട് പറയും, കണ്ടില്ലേടാ, നോക്കടാ, തൊട്ട് നോക്കടാ, ശ്വാസം ഉണ്ടോ നോക്കടാ, അവരെ കരയണ കണ്ടില്ലേ? ഇതെല്ലാം ഇങ്ങനെ സെൻസുകൾ പറയുമ്പോൾ യേശു പറയാണ്, എന്താ പറയേണ്ടത്? ഇല്ല, ഇപ്പോഴും മരിച്ചിട്ടില്ല, ഇപ്പോഴും ഉറങ്ങുകയാണ്. മരിച്ചതല്ല, ഉറങ്ങുവാണ്, ഞാൻ ഉണർത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ. ലാസർ മരിച്ചു. ആദ്യ വാർത്ത യേശുവിനോട് എത്തുവാണ്. യേശുവിന് അറിയാം ലാസർ മരിച്ചു എന്ന്. പക്ഷെ യേശു എന്താ പറഞ്ഞേ? അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. നമ്മൾ വാ കൊണ്ട് പറയാത്ത നമ്മൾ കാണത്തില്ല. നീ മരിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്താൽ നിനക്ക് അടുത്തത് കാണാൻ പറ്റത്തില്ല. യേശുവിന്റെ അടുക്കലേക്ക് വന്ന് ബഥാനിയ ആൾക്കാർ പറയുവാണ്, നിന്റെ പ്രിയപ്പെട്ട ലാസർ മരിച്ചുപോയി. അവർ മരിച്ചു എന്നല്ലോ പറഞ്ഞല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയാ പറഞ്ഞേ. കൂടെ നിന്ന് ശിഷ്യന്മാർ അത് തന്നെയാ കേട്ടെ. പക്ഷെ യേശു തിരിഞ്ഞ് അവരോട് പറയുക, മൈൻഡ് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യണ്ട. മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്, നമ്മൾ പോയി അവനെ ഉണർത്താൻ പോവുകയാണ്. നമ്മൾ വായ കൊണ്ട് പറയാത്തതിനെ നാളെ അത്ഭുതമായി കാണാൻ കഴിയത്തില്ല. നിങ്ങളുടെ നാവാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ജീവനും മരണവും നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു, നിനക്ക് ചൂസ് ചെയ്യാം. യു ഹാവ് ദ ചോയ്സ്. നിനക്ക് ചോയ്സ് ഉണ്ട് ചൂസ് ചെയ്യാനായി. നിന്റെ നാവാണ് അതിനെ ചൂസ് ചെയ്യുന്നത്. നിന്റെ നാവ് കൊണ്ട് നീ അതിനെ പുറത്തു കൊണ്ടുവരികയാണ്.
എത്ര വലിയ കപ്പലായാലും അതിനെ ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന പോലെ നാവ് ചെറിയൊരു അവയവമാണെങ്കിലും ഈ നാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ദൈവം അങ്ങനെയാണ് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. യേശു കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ നമ്മളും ചില സമയത്ത് അങ്ങനെ ആവണം. നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവുകൾ വരുമ്പോൾ കേൾക്കുമായിരിക്കാം, പക്ഷെ കേൾക്കാത്തതുപോലെ സംസാരിക്കണം. എങ്ങനെ അവഗണിക്കാൻ പറ്റുമെന്നറിയാവോ? കേട്ടിട്ട് ആ കേട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയണം. എങ്ങനെ പറയും പ്രിയരെ? ചുറ്റുള്ളവരൊക്കെ കളിയാക്കുമായിരിക്കും, മൈൻഡ് ചെയ്യരുത്. അതാ ഞാൻ ആദ്യം പറഞ്ഞേ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അതാണ് ആദ്യം കളയേണ്ടത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളത് പറയണം. എങ്ങനെ പറയും? മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്, തീർന്നിട്ടില്ല, ഇനിയും സമയമുണ്ട്, ഉണ്ടായി വരും, തീർന്നു പോകത്തില്ല, ഉണ്ടായി വരും, ഞാൻ തന്നെ എൻ്റെ കണ്ണുകൊണ്ടത് കാണും, എൻ്റെ നന്മയെ ഞാൻ കാണും. യേശു പറയാണ്, ഉറങ്ങിക്കിടക്കുവാണ്. എന്നിട്ട് ആ റൂമിലേക്ക് പുറത്തിരുന്ന് കരഞ്ഞവരാരെയും കൊണ്ടുപോയില്ല, അവരെ പുറത്താക്കി. യേശു വന്ന് പറയുകയാണ്, മരിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ ആരെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ വേണം. ഹല്ലേലൂയ. എല്ലാവരും കരയുമ്പോൾ, എല്ലാവരും ആ ഒഴുക്കിനൊത്തവണ്ണം നീന്തുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് പറയാൻ ആരെങ്കിലും ഈ ഭൂമി വേണ്ടേ? അതാണ് വിശ്വാസമുള്ള വ്യക്തികൾ. വിശ്വാസത്തിന്റെ വാക്ക് എപ്പോഴും ലോകത്തിന്റെ പോക്കിനെതിരായിരിക്കും. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടാവും, പരിഹാസം ഉണ്ടാവും, കളിയാക്കൽ ഉണ്ടാവും. അവിടെയാണ് വിശ്വാസം വർദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, നീ വിശ്വാസത്തിൽ വളരുന്നുണ്ട്. നിന്റെ വാക്കുകൾ വിശ്വാസത്തിൻ്റെതാണോ, നിന്റെ പ്രവൃത്തികളും ആൾക്കാർ കളിയാക്കും. ആളുകൾ കളിയാക്കും തുടങ്ങുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, നിന്റെ വിശ്വാസത്തിൽ നീ വളരുന്നുണ്ട്. ഹല്ലേലൂയ. സ്മിത്ത് വിഗിൽസ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ടാൽ ആൾക്കാർ ചിരിക്കും, കളിയാക്കുമായിരുന്നു. ആ മനുഷ്യൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ സാധാരണ എല്ലാവരും ഇരിക്കും പോലല്ല. ആ മനുഷ്യൻ രാവിലെ പോയി ഇരിക്കുന്നത് ചായക്കടയുടെ ഫണ്ടിലല്ല, ശവപ്പെട്ടിക്കടയുടെ ഫണ്ടിലായിരുന്നു. എന്തിനാണെന്നറിയാവോ? ആരെങ്കിലും മരിക്കുമ്പോൾ ശവപ്പെട്ടി വാങ്ങാൻ ആരെങ്കിലും വരുമല്ലോ. ശവപ്പെട്ടി വാങ്ങിപ്പോകുന്ന ആളിൻ്റെ പുറകെ സൈക്കിളിൽ വെച്ച് പിടിക്കും, മരിച്ച വീട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആ മരിച്ചു കിടക്കുന്ന ബോഡി എടുത്ത് ചുമരോട് ചേർത്ത് വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കാമെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. ആൾക്കാർ കളിയാക്കി, ഒത്തിരി പേര് അടി കൊടുത്തു, ഒത്തിരി പേര് അയാളെ വെറുക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യരിലൂടെ അനേകം പേരെ ഉയർപ്പിച്ച് കാണിച്ചു. കാരണം അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മളും ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കാൻ ആളുണ്ടാവും, പക്ഷെ ഒരു സമയത്ത് അവരെയും കൂടി കൈ പിടിച്ച് കൊണ്ടുപോകാൻ സ്വർഗം നമ്മളെ ഉപയോഗിക്കും. ഓക്കെ, കളിയാക്കലുണ്ടാവാം, പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. യേശു പറഞ്ഞു, മൈൻഡ് ചെയ്യേണ്ട, കീപ്പ് ഓൺ ബിലീവിങ്. വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുക. എങ്ങനെ അത് മൈൻഡ് ചെയ്യാതിരിക്കും? വാ തുറന്ന് പറയണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സെൻസസിനെ, നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ അവഗണിക്കേണ്ടി വരും. ഏറ്റവും മനോഹരമായ എക്സാമ്പിളാണ് നമുക്ക് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്, നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ. ആരോട് അരുളി ചെയ്തതാണ്? അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തതാണ്. താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്. അടുത്ത വാക്കാണ് എന്നെ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്. അത് നിങ്ങൾ പിന്നീട് കേട്ട് നോക്കുക. ഇവിടെ പറയുകയാണ്, എന്തൊക്കെയാണ് ഈ ആശയ്ക്ക് വിരോധമായ ആശ? അടുത്ത വചനം പറയുകയാണ്, അവൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ശരീരം ഏകദേശം 100 വയസ്സുണ്ട്. തൻ്റെ ശരീരം നിർജീവമായി പോയി. തൻ്റെ സെൻസുകൾ പറഞ്ഞു, തൻ്റെ ഇന്ദ്രിയങ്ങൾ പറയുകയാണ്, ഈ ശരീരം നിർജീവമായി പോയി. ഈ ശരീരത്തിന് ഇനിയൊരു കുഞ്ഞിനെ സൃഷ്ടിപ്പാനുള്ള ശക്തിയില്ല, ക്ഷയിച്ചു പോയി. ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ശരീരത്തിനുള്ള കപ്പാസിറ്റി ഇല്ല. തൊട്ടടുത്ത് നോക്കി, വൈഫിലേക്ക് നോക്കി, സാറായുടെ ഗർഭപാത്രം നിർജീവമായി പോയി. എന്ന് വെച്ചാൽ ചത്തുപോയി, മരിച്ചു പോയി. അവന് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, അവൻ ഗ്രഹിച്ചു. വചനം പറയുകയാണ്, നിർജീവമായി എന്ന് ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതിനർത്ഥം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ പോർഷനാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നതെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. അതായത് നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിൽ എപ്പോഴും ഉള്ളതെങ്കിൽ, അതാണ് നമ്മുടെ ബേസ് എങ്കിൽ
നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകും. ശരീരത്തിലേക്ക് നോക്കിയാൽ മുഴ മാറുന്നില്ല, ഒത്തിരി നാളായിട്ട് ഇരിക്കുവാണ്, വേദനയുണ്ട്. അബ്രഹാം നോക്കി 1-2 വയസ്സല്ല 100 വയസ്സായി. ലോകപ്രകാരം നോക്കിയാൽ ചാൻസസ് എല്ലാം പോയി. വൈഫിലേക്ക് നോക്കി, അവളുടെ ഗർഭപാത്രം നിർജീവമായി പോയി. മനസ്സിലായി, എല്ലാം ഗ്രഹിച്ചു. പക്ഷേ അവൻ ഈ ആശയൊന്നുമില്ലാത്തടത്തും ഇതിന് വിരോധമായി അവനൊരാശ ഉണ്ടായിരുന്നു. എന്താണ് ആശ? തൻ്റെ ശരീരത്തിന് കഴിയില്ലെങ്കിലും, തൻ്റെ വൈഫിൻ്റെ ഗർഭപാത്രത്തിന് കഴിയില്ലെങ്കിലും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവനിലാണ് അവൻ ആശ്രയിച്ചത്. കാരണം വചനം പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, ചത്തുപോയതിനെ ജീവിപ്പിക്കുന്ന എന്ന് വെച്ചാൽ അവൻ്റെ ശരീരം എന്തില്ലയോ അതിനെ ഉള്ളതുപോലെ കൊണ്ടുവരുന്ന, തൻ്റെ ഭാര്യയിൽ നിർജീവമായി പോയ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൽ അവൻ അധികമായി വിശ്വസിച്ചു. നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക്, ഇതൊക്കെ നമ്മോട് പറയും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നോക്കടാ, നോക്ക്, കഴിയുമോ, നടക്കത്തില്ല. അതിന് വിരുദ്ധമായി ആശയോടെ അവൻ വിശ്വസിച്ചു. അതാണ് വിശ്വാസം. നമ്മുടെ അറിവ് കൂടുമ്പോൾ നമുക്കൊരു പ്ലാനും അറിവ്, ഞാൻ ഒരു കണക്കൂട്ടലൊക്കെ ഉണ്ടാവും. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിന്റെ അറിവിൽ, നിന്റെ കണക്ക് കൂട്ടലിൽ കൂടുതൽ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യല്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. നിന്റെ കണക്കൂട്ടലെല്ലാം നെഗറ്റീവായാലും അതിലല്ല നീ മൈൻഡ് ചെയ്യേണ്ടത്. നീ പൂർണ്ണമായി യഹോവയിൽ ആശ്രയിക്കണം. ചില അറിവുള്ളവരുണ്ട്, അവരിങ്ങനെ കണക്ക് കൂട്ടും. ഇന്ന ഹോർമോൺ വിഷയമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കിയാൽ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു ചാൻസും ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് എന്നെ പഠിപ്പിക്കും. ഇങ്ങനെയൊക്കെ വന്നാൽ ഒരു ചാൻസും ഇല്ല. ഇവിടെ എന്നാ ചാൻസാണ് ഉള്ളേ? 100 വയസ്സ്, വൈഫിൻ്റെ ഗർഭപാത്രം നിർജീവം, ഒരു ചാൻസും ഇല്ല. പക്ഷേ അവിടെയാണ് ചാൻസ് ഉള്ളത്. എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ദൈവത്തിന് അവിടെ അത്ഭുതം ചെയ്യാൻ കഴിയും. നമ്മുടെ എല്ലാ ചാൻസും അടയുമ്പോഴും പറയണം, there is another chance. എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അവന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുമില്ല, ഒരു സാഹചര്യവുമില്ല. വചനം പറയുന്നത് ദൈവത്താൽ അസാധ്യം ഒന്നും തന്നെയില്ല. ഹല്ലേലൂയ. മറ്റൊന്ന് നമ്മുടെ വിശ്വാസ തകർത്തുകളെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഭയം. മറ്റൊന്ന് സംശയം, ഫിയർ ആൻഡ് ഡൗട്ട്. യേശു കടലിന്മേൽ നടക്കാൻ തുടങ്ങി. അത് കണ്ട ശിഷ്യന്മാർ യേശുവിനെ ബോട്ടിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ പത്രോസ് പറയാണ്, കർത്താവാണെങ്കിൽ എന്നെ അങ്ങോട്ട് വരാൻ പറയണം. യേശു പറഞ്ഞു, കം പത്രോസ്, നീ എൻ്റെ അടുക്കിലേക്ക് വാ. പത്രോസ് നടക്കാൻ തുടങ്ങി. വചനം പറയുകയാണ്, പത്രോസ് വെള്ളത്തിന്മീതെ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. ഭയം വന്നു. അവൻ നോക്കി, 2 സ്റ്റെപ്പൊക്കെ വയ്ക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, നടന്നു തുടങ്ങി. അപ്പോഴും കാറ്റ് കണ്ട് അവൻ പേടിച്ചു, ഭയം വന്നു. അടുത്ത നിമിഷം ഒരു വിളി വന്നു, കർത്താവേ രക്ഷിക്കണേ, മുങ്ങിപ്പോവാണ്. യേശുവിൻ്റെ മറുപടി ഇതാണ്. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചിട്ട് പറയുകയാണ്, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഡൗട്ട് ചെയ്തു. എന്തിലാ സംശയിച്ചേ? എന്നെ ഇവിടം വരെ എത്തിച്ച കർത്താവ് അവിടം വരെയും കൊണ്ടുപോകാൻ ശക്തനാണോ എന്നൊരു സംശയം. ബോട്ടിൽ നിന്ന് ഇറങ്ങി, സ്റ്റെപ്പ് വെച്ചു. നമ്മളങ്ങനെയാ, ദൈവം വിളിച്ചു, എന്നെ വിളിച്ചതാ ദൈവം, ഞാൻ ഇറങ്ങുക, സ്റ്റെപ്പ് വയ്ക്കുക. പക്ഷെ അടുത്ത് നോക്കുമ്പോൾ കർത്താവ് പറയാം, മോനെ ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ ഇനിയും കൊണ്ടുവരാൻ ഞാൻ ശക്തനാണ്. നീ എന്തിനാ സംശയിക്കുന്നേ? അത് കർത്താവേ, ആദ്യം സ്റ്റെപ്പ് വെച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നേ, ആദ്യം കുറച്ചാളൊക്കെ കുഴപ്പമില്ലായിരുന്നേ, ഇപ്പം കുറെ കാറ്റ് വരുന്നുണ്ട്, കോള് വരുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട്, നീ എന്നെ വിളിച്ചു തന്നെയാണോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളങ്ങനെയാ, കർത്താവ് വിളിച്ചു, ചില കാര്യങ്ങൾ ഇറങ്ങി തിരിക്കുമ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി കർത്താവ് വിളിച്ചു തന്നെ. സംശയം വരും. കർത്താവ് നേരത്തെ പറഞ്ഞോ വരാൻ? യഥാർത്ഥമായ കർത്താവിനെ വിളിച്ചോ? കർത്താവിൻ്റെ മറുപടി, എന്തിനാ സംശയിക്കുന്നേ?
കാറ്റും കോളും കൊണ്ട് സംശയിക്കേണ്ട, നിന്റെ കരം പിടിക്കാൻ ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. നീ എന്തിനാ സംശയിക്കുന്നത്? നീ ആ 3-4 സ്റ്റെപ്പ് വെച്ച് നടന്നില്ലേ, അത്രയും ദൂരം നിന്നെ കൊണ്ടുവന്ന അതേ കർത്താവ് ഇനിയും കൊണ്ടുപോകുവാൻ വിശ്വസ്തനാണ്. ഇതൊരു പ്രവചന ദൂതാൻ എടുത്തോ. നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളിൽ നിൽക്കുന്ന സ്ട്രക്കായി നിൽക്കുന്ന അവസ്ഥകൾ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെയും കൊണ്ടുവന്ന ദൈവം നിന്നെ വഴിയിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുവന്നല്ല, നിന്നെ അന്ത്യത്തോളം കൊണ്ടുപോകുവാൻ അവൻ വിശ്വസ്തനാണ്. നീ തുടങ്ങി വെച്ചതെല്ലാം അവൻ കംപ്ലീറ്റ് ചെയ്യിക്കും. നിന്നെ കൊണ്ട് തന്നെ അവൻ പൂർത്തീകരിക്കും. നിന്റെ കൂടെ അവൻ ഇരിക്കും. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ മുങ്ങിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല എന്ന ഉറപ്പിൽ മുന്നോട്ട് നടക്കുക. ചുറ്റുമുള്ള കാറ്റും കോളും കണ്ട് നീ ഭയപ്പെടരുത്. നിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ പഠിപ്പിച്ച, നിന്നെ വിളിച്ച കർത്താവ് എന്നും നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, സംശയിക്കേണ്ട. അവൻ്റെ വിളിയെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. ഈ ലോകത്തിൽ ആരെക്കാളും അവനെ ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാം. അവൻ വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. യേശുവിനെ നോക്കി നമുക്ക് പഠിക്കാം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും യേശു ഒരു കുറവിനെ കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്തെങ്കിലും കുറവുള്ളതായിട്ട് പറഞ്ഞതായിട്ട് കാണാൻ കഴിയത്തില്ല. യേശു എല്ലായിടത്തും നിറവിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. ഒരിടത്തും ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞില്ല. യേശു സൗഖ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചേ. മരണത്തെക്കുറിച്ച് പറഞ്ഞില്ല. യേശു മരണത്തെ ലഘുവാക്കി ഉറക്കമെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. ഭയത്തിന് സ്ഥാനമില്ല. വിശ്വാസം ക്ഷീണിച്ചു പോകാൻ, ക്ഷയിച്ചു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അതിനെ തടയുന്ന ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ച് ചുരുക്കമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വാക്കുകൾ. ആ വാക്കുകളെ സൂക്ഷിക്കുക. യേശു പറഞ്ഞ പോലെ ചിലതിനൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക, പകരം തിരിച്ചു പറയുക, തിരുത്തി പറയുക. അതാണ് അതിനെ മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. നിങ്ങളോട് സാഹചര്യങ്ങൾ ചുറ്റുമുള്ളവർ പറയുമ്പോൾ അതിനെ കേൾക്കാതെ അതിന് പകരം യേശു പറഞ്ഞതിനെ പറയുക. നിങ്ങളുടെ ചെവിയിൽ യേശു പറയുന്നു, നിനക്ക് രോഗമുണ്ടെന്നല്ല, നിന്നെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു. നിനക്ക് കുറവുണ്ടെന്നല്ല, നിനക്ക് ഞാൻ പൂർണ്ണമായും ബുദ്ധിമുട്ടുകളെ തീർത്തു തരുമെന്നാണ്. അത് തന്നെ പറയുക. ദാവീദ് പറഞ്ഞ പോലെ, യേശു എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പുതുനിയമത്തിൽ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി പറയുകയാണ്, ഭയം മാറണം. ഭയം നമ്മുടെ ജീവിതത്തിൽ എൻട്രി ചെയ്യാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. മറ്റൊന്ന്, സംശയം വരരുത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സംശയം വരാതിരിക്കാൻ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനുള്ള ഉറപ്പിലേക്ക് മുന്നോട്ട് പോകുക. അവനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ, കാറ്റിലേക്ക്, കടലിലേക്ക് നോക്കാതെ അവനിലേക്ക് ഫോക്കസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതുവരെയും കൊണ്ടുവന്ന ദൈവം ഇനിയും കൊണ്ടുപോകുവാൻ ശക്തനെന്ന് ഉറയ്ക്കുക. നീ ഇപ്പോൾ നിൽക്കുന്നത് കടലിൻ്റെ നടുവിലാണ്. അവിടെ നീ നിന്റെ കഴിവിൽ വന്നതാണോ? നിന്റെ കഴിവുകൊണ്ട് നീ കടൽ നടന്നാണോ? കടലിൽ മീതെ നടന്നത് എങ്ങനെയാ? അവൻ്റെ കഴിവിലല്ലേ. അവൻ്റെ കഴിവിലല്ലേ നീ ഇതുവരെ എത്തിയതെങ്കിൽ ഇനിയും പോകുന്നത് അവൻ്റെ കഴിവിലാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. കുറേ ദൂരമൊക്കെ കർത്താവ് കൊണ്ടുവരുമ്പോൾ നമ്മളെ കഴിവിൽ നിൽക്കാൻ നോക്കും. പിന്നെ നമ്മളാ വണ്ടി ഓടിക്കുന്നത്. അവിടെ വീണ് പോണേ. തന്നിലേക്ക് നോക്കി വീണ് പോയി. പക്ഷേ യേശുവിലേക്ക് നോക്കിയപ്പോൾ പിടിച്ചു കയറ്റി. യേശു പറഞ്ഞു, സംശയിക്കേണ്ട, ഞാനാ നിന്നെ വിളിച്ച് ഇനിയും കൊണ്ടുപോകുവാൻ ഞാൻ ശക്തനാണ്. മറ്റൊന്ന്, കൂടെയുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത, പരിഹസിക്കുമോ എന്നുള്ള ചിന്ത, അത് മാറ്റിവെക്കുക. പകരം ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? അത് ആരൊക്കെ പരിഹസിച്ചാലും അത് തന്നെ പറയുക. ഞാൻ നന്മ കാണും, ഞാൻ ദേശത്ത് അനുഗ്രഹമാകും, ഞാൻ അനേകരെ സൗഖ്യമാക്കും, ഞാൻ രാജ്യങ്ങളിൽ കടന്നു പോകും, യേശുവിൻ്റെ അംബാസഡർ ആയിരിക്കും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കും. കർത്താവ് നിങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെയും വായി തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ തന്നെ നിങ്ങളായിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചാൽ വിശ്വസിക്കുന്നു. ഞാൻ അറിയുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവ് സംസാരിക്കട്ടെ. ചിലതൊക്കെ മാറ്റി പറയുക. നടക്കില്ലെന്ന് പറഞ്ഞ ആശയ്ക്ക് വിരോധമായി ആശയോടെ സംസാരിക്കുക. നിങ്ങളുടെ സെൻസസ് പറയുന്ന, അതാണ് മറ്റൊരു കാര്യം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ചെവി പറയും ചിലതൊക്കെ. എടാ, അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അവിടെ ഒന്നും നടക്കില്ല കേട്ടോ, കുറേ വാർത്തകളാണ്, ഇങ്ങനെ ഒന്ന് പറയും. കണ്ണു വന്ന് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വചനം പറയും, നിങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസം നടക്കുന്നവരാണ്.